الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിലെ 18, 19, 20 വചനങ്ങളാണ് ഓതി വെച്ചത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചത് എന്ന് എല്ലാ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്നാണ് ആയത്തിന്റെ മുഖ്യമായ ആശയം. ശേഷം വീണ്ടും ഓർമ്മപ്പെടുത്തി വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന്. ഒറ്റ ആയത്തിൽ 2 പ്രാവശ്യമാണ് ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞത്. പടച്ച റബ്ബിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന കാര്യം എല്ലാ ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നാണ്
അല്ലാഹു തആല പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അഥവാ പരലോകത്തേക്ക് വേണ്ടി എന്താ ഒരുക്കി വെച്ചതാണ്. ശേഷം അല്ലാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി, ലാ യസ്തവി, തുല്യമാവുകയില്ല, സമമാവുകയില്ല, ഒരുപോലെ ആവുകയില്ല. ആര്? അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. നരകക്കാരായ ആളുകളും സ്വർഗക്കാരായ ആളുകളും തമ്മിൽ ഒരിക്കലും തുല്യമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികളായ ആളുകൾ അവർ തന്നെയാണ് വിജയിക്കുന്നവർ എന്നാണ്. സ്വർഗക്കാരും നരകക്കാരും തുല്യമാവുകയില്ല. അതിനാൽ സ്വർഗാവകാശിയായി മാറാനുള്ള പണിയെടുക്കണം, പരിശ്രമിക്കണം എന്നാണല്ലോ ആയത്തിന്റെ ആശയം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു യാത്രയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇടയിൽ നിന്ന് പലരും അങ്ങനെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രായമതിന് തടസ്സമല്ല, രോഗമുണ്ടാകണമെന്നില്ല. ഒന്നുമില്ലെങ്കിലും ആയുസ് അവസാനിച്ചാൽ യാത്ര അനിവാര്യമാണ്. എപ്പോഴാണ് പോവുക എന്നറിയില്ല. ഒരാൾക്കും അറിയില്ല നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. എവിടെ വെച്ച് മരിക്കുമെന്നും ഒരാൾക്കും അറിയുകയില്ല എന്നാണ്. 5 കാര്യം പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയാത്ത, ഒരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത, പ്രവാചകന്മാർക്ക് പോലും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാത്ത 5 കാര്യങ്ങൾ മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യത്തിന്റെ താക്കോലുകൾ എന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. അതിൽപ്പെട്ട കാര്യമാണ് നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരാൾക്കും അറിയുകയില്ല. എവിടെ വെച്ച് മരിക്കുമെന്നതും ഒരാൾക്കും അറിയുകയില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഒരു യാത്ര സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടവരാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ 2 വിഭാഗമാണ് പരലോകത്തുണ്ടാവുക. ഒന്ന് അസ്ഹാബുൽ ജന്ന, സ്വർഗാവകാശികൾ. മറ്റൊന്ന് അസ്ഹാബുൻ നാർ, നരകാവകാശികൾ. 2 വഴിക്ക് ആളുകളുണ്ട്. അതുകൊണ്ട് ലാ യസ്തവി അസ്ഹാബുൻ നാരി, നരകക്കാരായ ആളുകളും സ്വർഗക്കാരായ ആളുകളും തമ്മിൽ ഒരിക്കലും തുല്യമാവുകയില്ല. 2 ഒരുപോലെയല്ല എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. നമുക്ക് ആ സ്വർഗം കിട്ടിയേ പറ്റൂ. അതിനുള്ള നിർബന്ധ ബുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. ബാക്കിയെല്ലാം അതിന്റെ വഴിക്ക് നടന്നുകൊള്ളും. ഒരുപക്ഷെ രോഗം വരുമ്പോഴേക്ക്, പ്രയാസം വരുമ്പോഴേക്ക്, മരിച്ചാൽ അപ്പൊ എന്താണ് ആവുക? വീട് പണി പൂർത്തിയായിട്ടില്ല, മക്കളുടെ കാര്യം എന്താണ് ആവുക? മറ്റൊരുപാട് പ്രയാസങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് വല്ലതും സംഭവിച്ചാൽ പിന്നെ അതൊക്കെ എന്താകുമെന്ന് ചിന്തിക്കുന്നവരായിരിക്കാം നമ്മിൽ പലരും. പക്ഷെ അതിനപ്പുറത്ത് ആ യാത്രയോടുകൂടി ആരംഭിക്കുന്ന നമ്മുടെ ജീവിതമുണ്ട്. അവിടെ ഒന്നുകിൽ നരകാവകാശിയാണ്, അല്ലെങ്കിൽ സ്വർഗാവകാശിയാണ്. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത്, ഞാൻ ഇന്നു മരിച്ചാൽ ഏതിലേക്കായിരിക്കും ഞാൻ ഉണ്ടാവുക? അസ്ഹാബുൽ ജന്നയിലാണോ, അതല്ല അസ്ഹാബുൻ നാറിലാണോ? നരകാവകാശികളായിരിക്കുമോ, സ്വർഗാവകാശികളായിരിക്കുമോ? ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് എവിടേക്കാണ് എത്താൻ കഴിയുക എന്ന ആലോചനയാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു റസൂലും പഠിപ്പിച്ചത്, ചില ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, ഹറാമാണ് എന്നാണ്. സ്വർഗം ഹറാമായ ആളുകൾ, വിശുദ്ധ ഖുർആനിൽ ഒറ്റ കാര്യമാണ് സ്വർഗം ഹറാം എന്ന് പറഞ്ഞത്. ഹദീസുകളിൽ 20ഓളം തിന്മയെക്കുറിച്ച് സ്വർഗം ഹറാമാണ് എന്ന പ്രയോഗം കാണാൻ കഴിയും. അതെല്ലാം ഉള്ളവരാണ് എങ്കിൽ ഒരു കാലത്തും സ്വർഗമില്ല എന്നർത്ഥം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ശിർക്കുമായി ബന്ധപ്പെട്ടാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവന് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ്. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. അത്തരം അക്രമികൾക്ക് യാതൊരു സഹായം തന്നെ ഉണ്ടായിരിക്കുകയുമില്ല എന്ന് അല്ലാഹു തആല ശേഷം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ചില ആളുകൾക്ക് സ്വർഗം ഹറാമാകും, വേറെ ചില ആളുകൾക്ക് നരകം ഹറാമാകുമെന്നാണ്. അങ്ങനെയും പ്രയോഗങ്ങൾ കാണാം. ഹറമല്ലാഹു അലൈഹിൻ നാർ, അല്ലാഹുവിന് നരകം ഹറാമാക്കിയിരിക്കുന്നുവെന്ന പ്രയോഗമുണ്ട്. നരകം സ്പർശിക്കുകയില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകം ഹറാമാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ ഹദീസിൽ ധാരാളമായി വന്നിട്ടുണ്ട്. ഒരു നിലയ്ക്കും അവർക്ക് ശിക്ഷയില്ല, നരകം സ്പർശിക്ക പോലുമില്ല എന്നർത്ഥം. അത്തരം ഭാഗ്യവാന്മാരിൽ അപ്പൊ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ സ്വർഗത്തിൽ പ്രവേശിക്കുമെങ്കിലും അതിനു മുമ്പ് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുമുണ്ട്. നരകത്തിൽ പ്രവേശിച്ച് ശിക്ഷാർഹരായി
ആ ശിക്ഷയ്ക്ക് ശേഷം പിന്നീട് രക്ഷപ്പെട്ട് സ്വർഗത്തേക്ക് എത്തുന്നവരുണ്ട്. അതേപോലെ കുറഞ്ഞ കാലം മാത്രം ശിക്ഷിക്കപ്പെടുന്നവർ, ദീർഘമായ കാലം ശിക്ഷിക്കപ്പെടുന്നവർ, നരകത്തിൽ തന്നെ വലിയ ഭയാനകമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നവർ, ചെറിയ ശിക്ഷയ്ക്ക് വിധേയമാകുന്നവർ എല്ലാം ഉണ്ടെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ അവൻ വിചാരിക്കുക എന്നെക്കാൾ പ്രയാസപ്പെടുന്ന മറ്റൊരാളും ഉണ്ടാവുക ഇല്ല എന്നാണ്. അവനാവട്ടെ ഏറ്റവും ചെറിയ ശിക്ഷകളാണ്. നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ തീയിന്റെ 2 ചെരുപ്പുകൾ അണിയിക്കപ്പെടുന്നു. ആ ചെരുപ്പിന്റെ ചൂട് കാരണം അവന്റെ തലച്ചോറ് പോലും ഉരുകി ഒലിക്കുമെന്നാണ്. ശരീരത്തിൽ മറ്റെവിടെയും തീ സ്പർശിക്കുന്നില്ല, മറ്റെവിടെയും ശിക്ഷ നിൽക്കുന്നവരെ അവന് അനുഭവിക്കുന്നില്ല. 2 തീയിനായ ചെരുപ്പുകൾ അണിയിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ചൂട് കാരണം തലച്ചോറ് ഉരുകി ഒലിക്കുമെന്നാണ്. അവനാണ് നരകത്തെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവൻ. പക്ഷെ അവന്റെ ധാരണ എന്നെക്കാളേറെ ശിക്ഷിക്കപ്പെടുന്ന, എന്നെക്കാളേറെ പ്രയാസമുള്ള മറ്റൊരാളും നരകത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് അവൻ വിചാരിക്കുക. അവനാകട്ടെ ഏറ്റവും ചെറിയ ശിക്ഷയുള്ളവനുമാണ് എന്നാണ്. അതിനപ്പുറത്തേക്കാണ് ബാക്കി ശിക്ഷകൾ മുഴുവൻ. വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ ശൈലികളിൽ പരിചയപ്പെടുത്തി. കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔഅ എന്നാണ്. കല്ലാ ഇന്നഹാ ലളാ, അത് ലളയാണ്, നരകത്തിന്റെ പേരാണ് ലളാ. നസാഅത്തൻ ലിശ്ശവാ, തലയുടെ തീയെ പോലും ഉരിച്ചു കളയുന്ന തീയാകുന്നു നരകമെന്നാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല, പിന്മാറി പോകുന്നവരെ എല്ലാം അത് വിളിക്കും ആ നരകത്തിലേക്ക്. ഒരുമിച്ച് കൂട്ടി അതിന്റെ പിന്നാലെ കൂടിയവരെല്ലാം ആ നരകമതിലേക്ക് വിളിക്കുമെന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ദൂരേന്ന് കാണുമ്പോഴേക്ക് അതിനൊരു ക്രോധവും അതേപോലെ ആർപ്പ് വിളികളും കേൾക്കാനാകുമെന്നാണ്. ദൂരേന്ന് കാണുമ്പോഴേക്ക് തന്നെ നരകം ആർത്തു വിളിക്കുകയാണ്. ഉച്ചത്തിൽ ആ നരകം ശബ്ദമുണ്ടാക്കുകയാണ്. അതിന്റെ ആളുകൾ സ്വീകരിക്കാനുള്ള ആവേശം കൊണ്ട്, ആളുകളെ നക്കിത്തുറക്കാനുള്ള ആവേശം കൊണ്ട് ആ നരകം ആർത്തു വിളിക്കും, ആർപ്പുവിളിയും ഉണ്ടാക്കുമെന്ന് വിശുദ്ധ ഖുർആനാണ് പരിചയപ്പെടുത്തുന്നത്. സമാനമായ ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. നമുക്ക് നമ്മളെ പറ്റി ആലോചിക്കേണ്ടത്, ഞാൻ ഇന്ന് മരിച്ചാൽ എന്തായിരിക്കും എന്റെ സാഹചര്യം? അത് അല്ലാഹുവിന്റെ പ്രയോഗം. മാ ഖദ്ദമത് ലിഗദിൻ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നുള്ള പറയുമ്പോൾ അതിനപ്പുറം ഇപ്പുറം അല്ലാഹു പറഞ്ഞു ഇത്തഖുല്ലാ എന്നാണ്. യാ അയ്യുഹൽ ആമനു ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വീണ്ടും പറഞ്ഞു വത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞ വാക്കാണ് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി താൻ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നാണ്. നമ്മളെ പറ്റി ആലോചിക്കുക. എന്റെ വിശ്വാസം എന്താണ്? എന്റെ ആചാരം എന്താണ്? എന്റെ അനുഷ്ഠാനം എന്താണ്? എന്റെ സ്വഭാവ സംസ്കാരങ്ങൾ എങ്ങനെയാണ്? എന്റെ സാമ്പത്തിക മേഖല എങ്ങനെയാണ്? കഴിഞ്ഞ 3-4 ഖുത്ബകളിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ചെലവഴിക്കുന്ന വഴികളും സമ്പാദ്യ മാർഗങ്ങളും അതിന്റെ വിശുദ്ധിയും എല്ലാം നാം വിവരിച്ചു. സഹോദരങ്ങളെ, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, ഞാനിന്ന് മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് നമ്മോട് ചോദിക്കുക. മറ്റാരോടുമല്ല. ഒറ്റക്കിരുന്ന് സ്വസ്ഥമായിരുന്ന് പടച്ച റബ്ബിനെ മാത്രം സാക്ഷിയാക്കിക്കൊണ്ട് മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്ക് ഇന്ന് മരിക്കേണ്ടി വന്നാൽ, ഞാൻ ഇന്ന് പോകേണ്ടി വന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? അതിന് മാത്രം എന്താണ് ഞാൻ ഒരുങ്ങിയത്? നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന വിശുദ്ധ ഖുർആന്റെ ആ ഒരു ആഹ്വാനം സഹോദരങ്ങളെ നാമും ചിന്തിക്കേണ്ടതുണ്ട്. എന്താ എന്റെ അവസ്ഥ? എന്റെ വിശ്വാസം എന്താണ്? പുറത്തേക്കെല്ലാം ഉഷാറാണ്, പക്ഷേ എന്റെ ഉള്ളെങ്ങനെയാണ്? ബാഹ്യമായ എല്ലാം ഉഷാറാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്, എല്ലാവർക്കും എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്, പക്ഷേ എനിക്ക് എന്നെ പറ്റിയ അഭിപ്രായം എന്താണ്? എന്റെ വിശ്വാസ മേഖലയിൽ, എന്റെ സമ്പാദ്യ മേഖലയിൽ, എന്റെ ഇടപാടുകളിൽ, എന്റെ സ്വകാര്യ ജീവിതത്തിലെല്ലാം എനിക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് സ്വന്തത്തോട് ചോദിക്കുകയും, ഈ ഒരു ജീവിതമാണ് എങ്കിൽ ഞാൻ ഇന്ന് മരിച്ചാൽ സ്വർഗമായിരിക്കുമോ അതല്ല നരകമായിരിക്കുമോ? എന്താണെങ്കിലും ലാ യസ്തവി അസ്ഹാബുൻ
നാരി വഅസ്ഹാബുൽ ജന്ന. നരകക്കാരും സ്വർഗ്ഗക്കാരും സമമാവുക ഇല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. രണ്ടും ഒരുപോലെയല്ല, രണ്ടും വലിയ അന്തരമുണ്ട്. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗ്ഗാവകാശികൾ അവർ തന്നെയാണ് വിജയിക്കുന്നവർ. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൽ ഇംറാൻ പറഞ്ഞുവല്ലോ, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് എങ്കിൽ ഫഖദ് ഫാസ് തീർച്ചയായും അവനാണ് വിജയിച്ചവൻ എന്ന് അല്ലാഹു തആല ഉറപ്പിച്ചു പറയുന്നു. വല്ലാത്ത പ്രയോഗമാണത്. ഫഖദ് ഫാസ, തീർച്ചയായും അവൻ വിജയിച്ചു. അവന് മാത്രമാണ് വിജയമുള്ളത്, അല്ലാത്തവർക്ക് പരാജയമാണ്. നരകത്തിൽ അകറ്റപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, അത് മാത്രമാണ് വിജയത്തിന്റെ മാനദണ്ഡമുള്ളത്. എത്ര പേര് മരിച്ചുപോയി നമ്മുടെ കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളായും അല്ലാത്തവരായും ബന്ധുമിത്രാദികളായും അയൽവാസികളായും കൂടെ പഠിച്ചവരും പരിചയമുള്ളവരും നമ്മളുമായി ഇടപഴകിയവരും നമ്മുടെ കൂടെ എല്ലാത്തിലും ഉണ്ടായിരുന്നവരും ഒന്നിച്ച് കച്ചവടം ചെയ്തവരും ഒന്നിച്ച് പഠിച്ചവരും വളർന്നവരും നമ്മുടെ കൂടെ എല്ലാത്തിലും ഉണ്ടായിരുന്നവരും നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും കൂടിയവരും എല്ലാമായി എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. എന്തായിരിക്കും അവരവസ്ഥ? സ്വർഗാവകാശമായിരിക്കുമോ അതല്ല നരകത്തിൽ പോയി ആപ്പതിക്കേണ്ടുന്ന ഗതികളുണ്ടായിരിക്കുമോ? ഒരു ചിന്ത സഹോദരങ്ങളെ അനിവാര്യമാണ്. നമ്മളെ പറ്റാർക്ക് ഇന്ന് മരിച്ചാൽ എന്റെ മറ്റു കാര്യങ്ങൾക്ക് എന്താകുമെന്ന ആലോചന ആയിക്കോട്ടെ, വേണ്ട എന്നല്ല. അതിനപ്പുറത്ത് ഒരു ആലോചന, എന്റെ വീട് പണി ഞാൻ മരിച്ചാലും അതാരെങ്കിലും പൂർത്തിയാക്കും, മക്കളുടെ കാര്യം ഞാൻ മരിച്ചാലും ആരെങ്കിലും നമുക്ക് ഏറ്റെടുത്ത് അതൊക്കെ അതിന്റെ വഴിക്ക് മുന്നോട്ട് പോയിക്കൊള്ളും. ആ ദുന്യവയായ കാര്യങ്ങളൊക്കെ നമുക്ക് ആശങ്കയുണ്ടാകാറുണ്ട്. ഞാനെങ്കിൽ പോയാ എന്താ പാപം, ഞാൻ മരിച്ചാലും എന്താ സംഭവിക്കാം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആരും മരിച്ചിട്ടും ഇവിടുത്തെ ഒരാളുടെ കാര്യം അങ്ങനെ തെക്കായി നിന്നിട്ടില്ല. അതൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു വഴിയുമില്ലാത്ത ആളുകളും അവർ മരണപ്പെട്ടപ്പോഴും അവിടെ ബാക്കിയുള്ളവരാരും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. അവർക്കൊക്കെ മറ്റു ചില സംവിധാനങ്ങൾ ദുന്യാവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പോയവരുടെ അവസ്ഥ എന്താണ്? ബാക്കിയുള്ള കാര്യമല്ല ചിന്തിക്കേണ്ടത്. പോയാൽ ഖബറിൽ ചെന്ന് കിടക്കേണ്ടതുണ്ട്. ആ ഖബറിൽ ഖിയാമത്ത് വരെ കഴിയേണ്ടതുണ്ട്. നമ്മുടെ അമലുകൾ ആ ഖബറിൽ കൂട്ടിനായി വരിക അമലുകളാണ്. നല്ല അമലാണെങ്കിലും ദുഷിച്ച അമലാണെങ്കിലും അതാണ് അവിടെ കൂട്ടിനായി ഉണ്ടാവുക. ഞാനിന്ന് മരിച്ചാൽ ഇന്ന് ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് എങ്കിൽ ആ ഖബറിൽ കൂട്ടിനായി വരാൻ എനിക്ക് എന്റെ അമലാണ് എന്റെ കൂടെയുള്ളത്, എന്റെ വിശ്വാസം എത്ര മാത്രം ശരിയാണ്, അതല്ല അതൊന്നും പരിഗണിക്കാതെ ശിർക്കും കുഫ്റും ഖുറാഫാത്തും അതേപോലെ തൗഹീദും അതൊന്നും പരിഗണിക്കാതെ ആ ഒഴുക്കിന്റെ കൂടെ പോവുകയാണോ? തൗഹീദിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടില്ല, ശിർക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഏതാണ് ദീന് ഏതാ അല്ലാത്തത് എന്ന് ആലോചിച്ചിട്ടില്ല. മുസ്ലിം സമുദായത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തൗഹീദിന്റെ പേരിൽ, ശിർക്കിന്റെ പേരിൽ, അതേപോലെ വിശ്വാസ കർമ്മ ആചാരങ്ങളുടെ പേരിൽ വ്യത്യസ്തമായ വീക്ഷണ നിലപാടുകൾ സമൂഹത്തിലുണ്ട്. എല്ലാം കണക്കാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടാ പോരാ, എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അംഗീകരിച്ചാലും പോരാ. ഏതാണ് ശരിയെന്ന് അന്വേഷിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ആ ശരിയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കാരണം യാത്ര സത്യമാണ്, പോകുമെന്ന കാര്യം തീർച്ചയാണ്. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ആ യാത്ര ഉണ്ടാകും. ഒരു പക്ഷെ ഇന്നാകാം, ഒരു പക്ഷെ ഈ നിമിഷമാകാം. ഈ പറയുന്ന വാക്കുകൾ പോലും പൂർത്തിയാകുമോ പറയാൻ കഴിയില്ല. ഇത് പൂർണ്ണമായി കേട്ടിരിക്കാൻ താഴെയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പറയാൻ കഴിയില്ല. ഈ ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടാണോ പിരിയുക യാതൊരു ഉറപ്പുമില്ല. ഉമർ ഖത്താബ് പറയുമായിരുന്നു, നീ നിസ്കരിക്കേണ്ടത് യാത്ര പറയുന്ന വിടവാങ്ങുന്ന ഒരാൾ നിസ്കരിക്കും പോലെയാണ് എന്നാണ്. ഇന്നത്തെ ജുമുഅ എന്റെ ജീവിതത്തിലെ അവസാന ജുമുഅയാണ് എന്ന് അറിഞ്ഞാൽ ആ ജുമുഅക്ക് കുറച്ചുകൂടെ തഖ്വ കൂടുമല്ലോ. ഓരോ ദിവസത്തെയും ഓരോ നിസ്കാരവും എന്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമാണ്. അടുത്ത വഖ്തിന് മുമ്പ് ഞാൻ മരിക്കുമെന്ന വിവരം നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ ആ നിസ്കാരം വല്ലാത്ത നിസ്കാരമായിരിക്കും. അതാ ഉമർ ഖത്താബ് പറഞ്ഞത്, വിടവാങ്ങുന്ന ഒരാൾ നിസ്കരിക്കുന്ന പോലെ നീ നിസ്കരിക്കരുത്. ഞാൻ യാത്ര പറഞ്ഞു പോവുകയാണ്, അവസാന സംസ്കാരമാണ്, അടുത്ത വഖ്തിന് ഞാൻ ഉണ്ടാവുകയില്ല എന്ന ആ മട്ടിലാണ് നീ നിസ്കരിക്കേണ്ടത് എന്ന ഉമർ ഖത്താബിന്റെ വചനം സഹോദരങ്ങളെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരു തിരിച്ചറിവ് അനിവാര്യമാണ്. എല്ലാ രംഗത്തും ആ ഒരു ആലോചന, ആ ഒരു ചോദ്യം, ഞാൻ എന്താണ് എനിക്ക് വേണ്ടി
ഒരുക്കി വെച്ചത്. മക്കൾക്ക് വേണ്ടി പലതും ചെയ്തു, ഭാര്യയ്ക്ക് വേണ്ടി പലതും ചെയ്തു, ആളുകൾക്ക് വേണ്ടി പലതും ചെയ്തു. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തത്? ഇത്രയും കാലം ജീവിച്ചു, ഇന്നൊരു പക്ഷേ പോകേണ്ടി വന്നാൽ എന്തായിരിക്കും കൂടെ കൊണ്ടുപോകണ്ടാവുക? നിങ്ങൾ യാത്രാ വിഭവങ്ങളെ ശേഖരിക്കണമെന്നാണ്, പാഥേയം ശേഖരിക്കണം. ഏറ്റവും നല്ല സാദ് തഖ്വയാണ്. ഏത് യാത്രക്കും നമ്മൾ ലഗേജ് കൂടെ കരുതാറുണ്ട്. യാത്ര സ്വഭാവം അനുസരിച്ച് ആ ലഗേജിന്റെ സ്വഭാവം മാറും. ടിക്കറ്റ് എടുക്കും, പാസ്പോർട്ട് എടുക്കും, ആവശ്യമായ രേഖകൾ കയ്യിൽ പിടിക്കും, ആവശ്യമായ ഡ്രസ്സും ബ്രഷും അടക്കം എല്ലാം കയ്യിലെടുത്തിട്ടാണ് ഒരു യാത്രക്ക് പോകാറുള്ളത്. എങ്കിൽ ഈ യാത്രക്ക് ആവശ്യമായ യാത്രാ വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണേ. ഏറ്റവും നല്ല സാദ്, ഏറ്റവും നല്ല യാത്രാ വിഭവം തഖ്വയാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. ആ യാത്രയ്ക്ക് എപ്പോഴും റെഡിയായി നിൽക്കുക, ലഗേജ് കെട്ടി പെട്ടി കെട്ടി റെഡിയായി നിൽക്കുക. എപ്പോ വിളിച്ചാലും ആ ലഗേജുമായി പോകാൻ കഴിയണം, ആ യാത്രാ വിഭവങ്ങളുമായി പോകാൻ കഴിയണം. ഒന്നുമില്ലാതെ പോയാൽ രക്ഷപ്പെടുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അതിനാൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ വിശ്വാസരംഗത്ത് കർമ്മരംഗത്തെല്ലാം അനിവാര്യമായ പഠനങ്ങൾ നാം നടത്താൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന്റെ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ ഫിത്നകളും ഫസാദുകളുമാണ് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് നിലവിലുള്ളത്. അത് ലോകാടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെയാണ്. മതമല്ലാത്തതിനെ മതമാക്കി മാറ്റലും, മതത്തിലുള്ളതിനെ നിരാകരിക്കലും നിഷേധിക്കലും, മതത്തിന്റെ പേരിൽ ധാരാളം വിശ്വാസങ്ങൾ, സംശയങ്ങൾ ജനിപ്പിക്കലുമൊക്കെ ഇന്ന് വ്യാപകമാണ്. സോഷ്യൽ മീഡിയയിൽ ധാരാളം നന്മകൾ നമുക്കുണ്ടെങ്കിലും മറ്റൊരുപാട് ഫിത്നകൾക്ക് പലപ്പോഴും അത് നിമിത്തമായി മാറാറുണ്ട്. ഒരു വേള ഈമാൻ തെറ്റിപ്പോകാൻ പോലും പല ആളുകൾക്കും കാരണമായത് അവർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കാം. ഏതെങ്കിലും ഒരു ആയത്തിനെ, ഒരു ഹദീസിനെ ഒരാൾ തെറ്റായി വിശദീകരിച്ച് തെറ്റായി അർത്ഥം വെച്ച് നമുക്ക് അയച്ചു തന്ന് ഇതൊക്കെയല്ലേ ഖുർആനിലുള്ളത്, ഇതൊക്കെയല്ലേ ഹദീസിലുള്ളത്, ഇതാണോ നീ സ്വീകരിക്കുന്നത് എന്ന ചോദ്യമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ഈമാനെ തകർത്ത് കളയുക. അത്തരമൊരാളുമായുള്ള സഹവാസമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രത ആ രംഗത്ത് ആവശ്യമുണ്ട്. ഫിത്ന വർദ്ധിക്കുന്തോറും ജാഗ്രത വർദ്ധിക്കുകയാണ് വേണ്ടത്. ഫിത്നകൾ ഇരുട്ടാണ്, അതിനുള്ള ജാഗ്രതയ്ക്ക് വെളിച്ചമാണ് ആവശ്യം. ആ വെളിച്ചമാണ് അറിവ്. ഇരുട്ടാകുന്ന ഫിത്നയിൽ അറിവാകുന്ന വെളിച്ചം കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി സിദ്നി ഇൽമാ എന്നാണ്. അല്ലാഹുവേ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് വഹി ലഭിക്കുന്ന പ്രവാചകർ പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്ര കണ്ടത് പ്രാർത്ഥിക്കണം, പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും മുൻ ധാരണകളൊന്നുമില്ലാതെ പഠിക്കാനുള്ള പരിശ്രമമാണ് നമുക്ക് വേണ്ടത്. ധാരാളം പഠന സംരംഭങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി ദീനു പഠിക്കുക, നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കുക. അതാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം. അതല്ലെങ്കിൽ ഒന്നിനുമീതെ ഒന്നായി ഫിത്നകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആ ഫിത്നയിൽ അകപ്പെട്ടു പോവുകയും നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ നിമിത്തമായി മാറുകയും ചെയ്യും. ലോകത്ത് വന്ന എല്ലാ ഫിത്നകളും അനേകായിരങ്ങളുടെ ഈമാൻ തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഷിയായിസം ലോകത്ത് വന്നു,
ഒരു മനുഷ്യനാണ് അതിന്റെ തുടക്കം. പക്ഷെ അയാളെ മനസ്സുദിച്ച തെറ്റായ ഒരു ദുരുദ്ദേശമായ ചിന്ത, ആ ചിന്ത ലോകത്ത് കോടിക്കണക്കായ മനുഷ്യന്മാരുടെ ഈമാനാണ് നശിപ്പിച്ചത്. ഷിയാക്കൾ എന്ന പേരിൽ കോടാനുകോടി മനുഷ്യന്മാർ ഇന്ന് ലോകത്തുണ്ട്. അവിടെ ഈമാനാണ് തകർന്നു പോയത്. അഹ്ലുസുന്നയുടെ ശരിയായ റൂട്ടിൽ നിന്ന് വഴിമാറിപ്പോവുകയും സ്വഹാബിമാര് പോലും കാഫിറാണ് എന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കോടിക്കണക്കിന് മനുഷ്യന്മാരെ എത്തിച്ചത് ഒരാളുടെ ചിന്തയുദിച്ച ഒരു ദുരുദ്ദേശമായിരുന്നുവെങ്കിൽ ഈമാൻ തെറ്റാൻ അത്ര ആവശ്യമുള്ള അർത്ഥം. ഖവാരിജിയത്ത് ലോകത്ത് വന്നു. സ്വഹാബിമാർ മരിച്ചതിനു മുമ്പാണ് ഖവാരിജികൾ ലോകത്തുണ്ടായത്. അതും ഒരാളിൽ നിന്നാണ് തുടക്കമിട്ടത്. അതും അനേക ലക്ഷം മനുഷ്യന്മാരുടെ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമായി. പഴിച്ച സംഘങ്ങൾ ലോകത്ത് പലതും കടന്നു വന്നിട്ടുണ്ട്. മുഅ്തസിലിയാക്കൾ പ്രമാണങ്ങളെക്കാളേറെ ബുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ബുദ്ധിക്കെതിരെ ഹദീസ് പോയി തള്ളിക്കൊണ്ട് രംഗത്ത് വന്ന മുഅ്തസിലിയാക്കൾ 110 വഫാത്തായ ഹസൻ ബസരിയുടെ കാലഘട്ടത്തിലാണ് മുഅ്തസിലി ചിന്താഗതി ലോകത്തുണ്ടാകുന്നത്. അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് അവർ അഹ്ലുസുന്നയെ തെറ്റിപ്പോയിരിക്കുന്നുവെന്ന് ഹസൻ ബസരി റഹിമഹുല്ലാഹ് അന്ന് പ്രഖ്യാപിക്കുകയും അത് സ്വീകരിച്ചുകൊണ്ട് ആളുകൾ അഹ്ലുസുന്നയെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ അനേക ലക്ഷം മനുഷ്യന്മാർ തെറ്റിപ്പോകാനാണ് പിന്നീട് ഇഅ്തിസാൽ മുഅ്തസിലിയത്ത് കാരണമായി മാറി. ഇന്നും അതിന്റെ സ്വാധീനങ്ങൾ ലോകത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങൾ, തസവുഫ് വന്നു, ത്വരീഖത്തുകൾ, സൂഫികൾ, ഇതൊക്കെ ഇതേ ധർമ്മം തന്നെയാണ് അവിടെ നിർവഹിച്ചു പോകുന്നത്. ഇനിയും പുതിയ പുതിയ ചിന്താഗതികൾ, പുതിയ പുതിയ വിവാദങ്ങൾ ലോകാടിസ്ഥാനത്തിൽ വരിക തന്നെ ചെയ്യും. അതൊക്കെ നമ്മുടെ ഈമാൻ തകർക്കാൻ പാടില്ല, നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താൻ പാടില്ല, നമ്മെ നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കാൻ പാടില്ല. അതിനാവശ്യം അറിവാകുന്ന വെളിച്ചമാണ്. ഫിത്നകളെല്ലാം ഇരുട്ടാണ്, ഫസാദുകളെല്ലാം ഇരുട്ടാണ്. ആ ഇരുട്ട് വന്ന് മൂടുമ്പോൾ അതിൽ വെളിച്ചമുണ്ടെങ്കിലേ ശരിയായ വഴി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വെളിച്ചമൊന്നുമില്ലെങ്കിൽ ആ ഇരുട്ടിൽ വഴിയറിയാതെ തപ്പിത്തടഞ്ഞ് എവിടെങ്കിലും പോയി തലയിടിച്ച് ഒരുപക്ഷെ പരിക്ക് പറ്റി എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. നബി തങ്ങൾ പറഞ്ഞു, ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കും. ഇരുട്ടാർന്ന രാത്രിയെ പോലെ നിങ്ങൾക്ക് ഫിത്നകൾ വരും. യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ വയുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ. രാവിലെ വിശ്വാസിയായവൻ വൈകുന്നേരം അവിശ്വാസിയായി മാറും. വൈകുന്നേരം വിശ്വാസിയായിട്ടുള്ളവൻ പിറ്റേന്ന് രാവിലെ അവിശ്വാസിയായി മാറും. തുച്ഛമായ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനവൻ കച്ചവടം ചെയ്യുന്ന, മതം വിൽക്കാൻ തയ്യാറാകും, ദീന കച്ചവടം ചെയ്യാൻ തയ്യാറാവും. തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, അംഗീകാരങ്ങൾക്ക് വേണ്ടിയൊക്കെയായി ദീന് വിൽക്കാൻ തയ്യാറാകുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇസ്ലാം ഒഴിവാക്കി അവൻ അവിശ്വാസിയായി പോയിട്ടുണ്ടാകും. വൈകുന്നേരം മുഅ്മിനാണ്, നേരം വെളുക്കുമ്പോഴേക്കാണ് അയാൾ മതം വിട്ടത്രേ, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം തന്നെ ഒഴിവാക്കി പോയ ആളുകളെ കഥകൾ ഇന്ന് എമ്പാടും കാണാം. അവിടേക്ക് ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട്. എപ്പോഴും ഈ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥന, അതിനുള്ള പരിശ്രമങ്ങൾ, അതിനുള്ള പഠനങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഖുർആൻ ക്ലാസുകളിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഹദീസുകൾ നമ്മൾ പഠിക്കണം. ജുമുഅ കൃത്യമായി പങ്കെടുത്ത് ദീന് പഠിക്കാനുള്ള അവസരം നൽകണം, അതിനെ ഉപയോഗപ്പെടുത്തണം. സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമുക്ക് ഖൈറാണെന്ന് ബോധ്യമുള്ള വഴികളെ മാത്രം നമ്മൾ അവലംബിക്കണം. എല്ലാം കേൾക്കുക എന്നല്ല, ഏതും കേൾക്കാലോ എല്ലാം കേൾക്കാലോ എന്നല്ല. എല്ലാം വേർതിരിച്ചറിയാൻ കഴിയുന്നവനാണെങ്കിൽ അവന് കേൾക്കാൻ പറ്റും. അതും കഴിയാത്തവൻ പലതും കേട്ടാൽ ഒരുപക്ഷെ അവനെ ഈമാൻ തെറ്റാനാണ് നിമിത്തമായി മാറുക. ആ നിലക്കുള്ള ജാഗ്രത നാം കാത്തു സൂക്ഷിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക. നബിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അബ്ബേ, കൽബുകളെ മാറ്റിമറിക്കുന്നവനെ എന്റെ കൽബിനെ എന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമെന്നാണ്. കൽബ് മാറി മറിയുമെന്നാണ് നബി തങ്ങൾ പറഞ്ഞു. മനുഷ്യരുടെ കൽബുകൾ റഹ്മാനായ റബ്ബിന്റെ വിരലുകൾക്കിടയിലാകുന്നു. യുഖല്ലിബുഹാ കൈഫശാ. ഉദ്ദേശിക്കുന്ന വഴിയിൽ അവൻ അതിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കൽബ് മാറിക്കൊണ്ടേയിരിക്കും. ഓരോന്ന് കേൾക്കുമ്പോ തരക്കേടില്ല തോന്നും, മറ്റൊന്ന് കേൾക്കുമ്പോ ആ വഴിക്ക് പോലെ തോന്നും. തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും അങ്ങനെ അസ്വസ്ഥമായ മനസ്സുണ്ടാകും. അത് ചെന്നെത്തുക ഒരുപക്ഷെ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുന്നതിലേക്കായിരിക്കാം. അവിടെയാണ് ഈ പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി
ഖൽബി അലാ ദീനിക, എന്റെ ഖൽബിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിക്കണേ എന്ന് നബി തങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിട്ട് മാറണം. സുജൂദിലാണെങ്കിലും അത്തഹിയ്യാത്തിലാണെങ്കിലും അല്ലാത്ത പ്രാർത്ഥനയാണെങ്കിലും അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി ഈ പ്രാർത്ഥന മാറേണ്ട സാഹചര്യമാണ്. വിശുദ്ധ ഖുർആനും പരിചയപ്പെടുത്തിയ ഒരു വിശ്വാസികളുടെ പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബേ ഹിദായത്തിലാക്കിയ ശേഷം നീ ഞങ്ങളെ തെറ്റിക്കരുത് റബ്ബേ എന്നാണ്. ഞങ്ങൾ ഖൽബുകളെ മനസ്സുകളെ മാറ്റിമറിക്കല്ല അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുവാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പ്രാർത്ഥന ഉണ്ടാവുക, പരിശ്രമം ഉണ്ടാവുക. പടച്ച റബ്ബ് നമുക്കെല്ലാം തൗഹീദിലായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കാനും സ്വർഗ്ഗത്തിലേക്ക് എത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും പടച്ച റബ്ബിന്റെ ദീനിന് മുൻതൂക്കം നൽകി അതുപ്രകാരം ജീവിതത്തിൽ ക്രമീകരിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.